അല്ല, അധികാരമില്ലാത്തപ്പോഴും പാർട്ടിക്ക് വേണ്ടി തെരുവില് ചോര ഒഴിക്കാനും പോലീസിന്റെ തല്ലുകൊള്ളാനും കരിങ്കൊടി കാണിക്കാനും മാത്രം മതിയോ KSU അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഒക്കെ? ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പരാമർശങ്ങൾ ഇപ്പോ KSU യൂത്ത് കോൺഗ്രസ് അണികൾക്കിടയിൽ കടുത്ത അതൃപ്തിക്കും പരസ്യമായ ചർച്ചകൾക്കും വഴി തുറന്നിരിക്കും. കോൺഗ്രസിന്റെ അനുഭവമുള്ള സാധാരണക്കാരായ വിദ്യാർത്ഥി യുവജന പ്രവർത്തകരെ വെറും അടിയാളന്മാരായി മാത്രം കാണുന്നതാണോ നേതൃത്വത്തിന്റെ ശൈലി എന്ന ചോദ്യമാണ് അണികൾക്കിടയിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത്. തിരുവനന്തപുരം ലോ കോളേജിൽ മുമ്പ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ മുൻ SFI നേതാവിനെ UDF സർക്കാർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിനെതിരെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. വർഷങ്ങളായി സംഘടനയ്ക്ക് വേണ്ടി തെരുവിൽ ചോരയൊഴുക്കിയവരെ നോക്കുകുത്തിയാക്കി മുൻ SFIക്കാരെ ചുമക്കേണ്ട ബാധ്യത UDF സർക്കാരിനില്ല എന്നും കരയുന്ന പിള്ളയ്ക്ക് ചോറുള്ളൂ എന്ന അവസ്ഥയിലായതിനാലാണ് പ്രതികരിക്കുന്നത് എന്നും അലോഷ്യസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഉള്ളിലും ഇതേ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. എന്നാൽ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ KSUവിന്റെ ആക്ഷേപങ്ങളെയും അലോഷ്യസിന്റെ പരാതികളെയും മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പ്ലീഡർമാരെ തീരുമാനിക്കുന്നത് KSUവിന്റെ കമ്മിറ്റിയല്ല എന്നും അഭിപ്രായം പറയാൻ KSU ആരാണെന്നും അവരൊന്നും അറിഞ്ഞിട്ടല്ല പ്ലീഡർമാരെ നിശ്ചയിക്കുന്നത് എന്നും അദ്ദേഹം തുറന്നടിച്ചു. തനിക്കു മുന്നിൽ അലോഷ്യസ് സേവ്യർ നൽകിയ പരാതികളൊന്നും തന്നെ വന്നിട്ടില്ല എന്നും VD സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ ഭരണകാലത്ത് പിണറായി സർക്കാരിനെതിരെ തെരുവിൽ രാപ്പകൽ സമരം ചെയ്യാനും ലാത്തി ചാർജ് വാങ്ങാനും ജയിലിൽ കിടക്കാനും നേതൃത്വം വിളിച്ചപ്പോൾ ഓടിയെത്തിയത് KSU യുവജന പ്രവർത്തകരാണ്. എന്നാൽ ഭരണം കിട്ടി പദവികൾ പങ്കിടുമ്പോ ഇവരുടെ അഭിപ്രായങ്ങൾ പട്ടിയുടെ വില പോലും ഇല്ല എന്നതാണ് ക്രൂരമായ അവഗണന. ലോ കോളേജ് ക്യാമ്പസുകളിൽ KSUക്കാരെ തല്ലിച്ചതച്ച മുൻ SFIക്കാർക്ക് ഗവൺമെന്റ് പ്ലീഡർ പദവികൾ വെള്ളി താലത്തിൽ വെച്ച് നീട്ടുമ്പോ സ്വന്തം ചോരയൊഴുക്കിയ അണികളെ പാർട്ടി നേതൃത്വം വഴിയിൽ ഉപേക്ഷിക്കുകയാണ്. നേതാക്കൾ ഫോൺ എടുക്കണില്ലല്ലോ. അർഹമായ അവകാശങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോ മുതിർന്ന നേതാക്കന്മാർ ഫോൺ പോലും എടുക്കുന്നില്ല എന്ന അലോഷ്യസിന്റെ വാക്കുകൾ പാർട്ടിയിലെ വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണം കിട്ടിയതോടുകൂടി താഴെ തട്ടിലുള്ള അണികളിൽ നിന്നും വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും നേതൃത്വം അകന്നു പോവുകയാണ് എന്നുള്ള വിമർശനം ശക്തമാണ്. പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാൻ ഇനി ആരുണ്ടാകും? തെരുവിൽ തല്ലുകൊള്ളാൻ മാത്രം KSUക്കാരും പദവികൾ അനുഭവിക്കാൻ മറ്റ് പശ്ചാത്തലമുള്ളവരും എന്ന നയം തുടർന്നാൽ വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ സമരമുഖങ്ങളിൽ അണികളെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. അഭിപ്രായം പറയാൻ KSUവിന് എന്ത് കാര്യമെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം സോഷ്യൽ മീഡിയയിലും കോൺഗ്രസ് ഗ്രൂപ്പുകളിലും വലിയ ചർച്ചയായി കഴിഞ്ഞു. പോലീസിന്റെ അടികൊള്ളാനും കരിങ്കൊടി കാണിക്കാനും KSU വേണം, എന്നാൽ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന നയം തിരുത്താൻ കോൺഗ്രസ് ഉന്നത നേതൃത്വം തയ്യാറാകുമോ, അതോ അണികളുടെ ഈ അമർഷം വരും ദിവസങ്ങൾ വലിയ പൊട്ടിത്തെറികളിലേക്ക് വഴിമാറുമോ എന്ന് കണ്ടു തന്നെ അറിയാലും ഹാലിളകി കമന്റുമായി രംഗത്ത് വരുന്ന ഉത്തരം താങ്ങി പല്ലികളൊക്കെ ഉണ്ടാകുമെങ്കിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സൈബർ ഇടങ്ങളിലും അതേപോലെ തന്നെ അവരുടെ കൂട്ടായ്മകളിലും വലിയ പ്രതിഷേധമുണ്ട് എന്നതിൽ തർക്കമില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.